റോവിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽഡേ ഡിസംബർ 2025 തൊട്ട് 7-ാം തീയതിയാണ്. അപ്പം എനിക്കൊരു 90,000 രൂപ വേണം. നമ്മളറിയും. എങ്ങനെ അറിയും? നമ്മുടെ ജോലിയാണ്, നമ്മുടെ ജേർണലിസ്റ്റ് ആണല്ലോ. എന്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു വിഷയം ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്നലെ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഡോക്ടർ എടുത്തെടുത്ത് പറയുന്ന, അല്ലെങ്കിൽ റോബിൻ എടുത്തെടുത്ത് പറയുന്ന ഒരു വിഷയം, അവരെനിക്ക് ക്യാഷ്, അതായത് ഈ പറയുന്ന വേദലക്ഷ്മി ക്യാഷ് അയച്ചു തന്നു, പക്ഷെ അവർ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് വേറെ പല അക്കൗണ്ട് ഡീറ്റെയിൽ ആണ് തന്നത്, അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ എത്ര രൂപ തന്നു എന്നോ എത്ര രൂപ കൊടുത്തു എന്നോ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഈ പറയുന്ന റോബിൻ തന്നെ പറയുന്നുണ്ട് അത് അവർ വേറൊരു അക്കൗണ്ടാണ് തന്നത്, അതിന് ഞാൻ തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. എന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ആ ഒരു അവരിപ്പോ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട്, അവർ ഡയറക്റ്റോ എങ്ങനെയോ നിങ്ങൾക്ക് ക്യാഷ് തന്നു എന്നുള്ളത് താങ്കൾ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അവർ വേറൊരു അക്കൗണ്ട് തന്നു, അതിന് നിങ്ങൾ തിരിച്ചിട്ട് കൊടുത്തു എന്ന് പറയുന്നു. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ കാണിച്ചാൽ പോരെ, സംഭവം അവിടെ കഴിഞ്ഞില്ലേ. അവർ ഇന്ന അക്കൗണ്ടാണ് തന്നത്, ഞാൻ ഇന്ന അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് പിന്നെ അവര് വേറെ അക്കൗണ്ടാണ്, അവര് സ്വന്തം അക്കൗണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാൻ എന്താണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, പിന്നെ പറയുന്ന ഒരു അലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സ്റ്റേഷനിൽ വരുന്നില്ല എന്നുള്ളതാണ്. സ്റ്റേഷൻ അവര് പറയുന്നതിൽ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് സ്റ്റേഷനിൽ വരുന്നില്ല എന്നുള്ളതാണ്. അവര് പറയുന്ന മറ്റൊരു കേസാണ്, അവർ ഓൾറെഡി ഇതിനു മുമ്പേ കേസ് കൊടുത്തതാണ് എന്ന് പറയുന്നു. അതുമല്ല, ഈ പറയുന്ന പണ ഇടപാടുകളുണ്ട്, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള മണി ഉണ്ട്, അത് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പോലീസ് അല്ല അതിന് ഒത്തുതീർപ്പ് ആക്കേണ്ടത്, സമയം വേസ്റ്റ് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അവര് വന്ന് പറഞ്ഞ് ഒരു ധാരണയിൽ എത്തി വിടാൻ മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ. പണം പിന്നെ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും കടം കൊടുത്ത് തിരിച്ചു വെച്ചാൽ അവർക്ക് അതിനെ എന്ത് ചെയ്യാൻ, തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാനുള്ള സംഭവം കോടതി വഴിയേ നടക്കത്തുള്ളൂ എന്നുള്ളത് മറ്റൊരു വിഷയം. രണ്ടാമത് എനിക്ക് എടുത്തു ചോദിക്കാനുള്ള മറ്റൊരു കേസ്, ഈ പറയുന്ന അവിടെ വന്ന പ്രസ് മീറ്റിന് വന്ന അവരോട് എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പ്രസ് മീറ്റിൽ വരുന്നവർ ക്വസ്റ്റ്യൻ ചോദിക്കും, അവർ ചിലപ്പോൾ മറ്റവരുടെ അജണ്ടയോട് കൂടിയായിരിക്കാം പ്രസ് മീറ്റിൽ വരുന്നത്, അവരുടെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതിന് പകരം എന്തിനാണ് അവരുടെ അടുത്ത് പോയി ചെനക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞു, അവൻ്റെ അച്ഛൻ, എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഇങ്ങനെ രോഷാകുലനാവണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റു പലതും നമ്മൾ ചിന്തിച്ചു പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചു മുമ്പേ അതിനകത്ത് റോബിൻ ഒരു ഈ പറയുന്ന അവിടെ വന്ന ഓൺലൈൻ മീഡിയയിൽ വന്ന ഏതോ ഒരു പയ്യന്റെ അടുത്ത് പിന്നീട് ഷൗട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം ഞാൻ വെച്ച് തരാമേ. ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച താങ്കൾ തന്നെ ഒരു 90,000 രൂപ. ഈ വ്യക്തി എങ്ങനെയെന്നറിയോ? ഈ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് ഈ കേട്ട് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിക്ക് വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല, 90,000 പറഞ്ഞ വീഡിയോ, ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത്, ആ വ്യക്തി എന്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ എന്റെ അടുത്ത് ആ വ്യക്തി, എനിക്കിപ്പോ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് കാശ്, അയാൾ എന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അഭിദേവനും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാം? ബ്രോ നമ്മളറിയും. എങ്ങനെ അറിയും? നമ്മുടെ ജോലിയാണ്, നമ്മുടെ ജേർണലിസ്റ്റ് ആണല്ലോ. എന്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ. ആ പുള്ളി നമ്മളറിയും. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ. എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാർ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു ബ്രോ? പറയാം ബ്രോ. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ അഭിദേവന്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇടണേ ഒരു ക്ലാരിഫിക്കേഷൻ. ഇതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത്? അവൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇവിടെ മാറ്ററേ അല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയും. അവിടെ വന്ന് നീ എങ്ങനെയാ അറിഞ്ഞു, അവന്റെ അച്ഛൻ നിനക്ക് ഒന്ന് അയച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ഒരു, അതുമല്ല ഇവിടെ ഒരു 90,000 രൂപയുടെ ഒരു കേസാണ് പറയുന്നത്. 90,000 രൂപ എന്താണ് ഒരു വീഡിയോ ആയിട്ട്, എനിക്ക് 90,000 രൂപ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ ഒരു വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്തു. റോബിൻ അവിടെ പറയുന്നത് എന്നെ നിർബന്ധിച്ച് പിന്നെ അയപ്പിച്ചതാണ്, എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല, എന്റെ ഫ്രണ്ട്സ് അല്ലേ അവരെങ്ങനെ അയച്ചതെന്ന് ഞാൻ അയച്ചു കൊടുത്തതാണ് എന്നാണ് റോബിൻ ഇവിടെ വാദിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു കേസാണ് ഈ ചിലപ്പോൾ അവന്റെ സ്റ്റെപ്പിനി ആയിട്ട് അവനെ ഈ പറയുന്ന റോബിനെ എന്താണ് ഒന്ന് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ജെന്യുവനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവരുടെ അടുത്ത് കയർക്കുകയില്ല. അപ്പം പ്രസ് മീറ്റിൽ വരുന്നവരെ അവരെ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കും.
ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് കയറി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഈ പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ അവർ ഇനിയിപ്പോൾ പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മറുപടി ആയിട്ട് വേദലക്ഷ്മി കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതെന്താണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം. ഏതാണ്ട് രണ്ട് മിനിറ്റോളം ഉണ്ട്. നമുക്കതൊന്ന് കാണാം. ഓക്കെ, എനിക്കിതിലൊന്നും പറയാനില്ല, നിങ്ങൾ തന്നെ ആ ഒരു വീഡിയോ കണ്ടോളൂ എന്നുള്ളത്. എന്താണ് അതിനകത്ത് റോബിന് അയച്ചിരിക്കുന്ന മെസ്സേജ് എന്തൊക്കെയെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു വീഡിയോ എന്താണെന്ന് കേൾക്കാം. അപ്പോൾ രാവണ യുദ്ധം തുടങ്ങാം. ഇന്നലത്തെ റോബിന്റെ പ്രസ് മീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവര് ഇപ്പൊ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ഇന്നലത്തെ പ്രസ് മീറ്റ് നടത്തേണ്ടതും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നുള്ളതും ഏറ്റവും കൂടുതൽ എൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഇമേജ് രക്ഷപ്പെടുത്താൻ റോബിൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ് മീറ്റിൽ എൻ്റെ പേര് കൂടാതെ റോബിൻ തന്നെ സൈബർ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചിട്ട് വന്ന ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന അനന്ത് സുൽജിത്തിന്റെ പേര്, ഇത് കൂടാതെ അബിൽ ദേവ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു വ്യക്തിയുടെ പേരും കൂടെ പറയുന്നുണ്ട്. സോ ഇത്രയും വളർന്ന് പന്തലിച്ച് അജാനബാഹുവായിട്ട് നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒരു പാവെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അബിൽ ദേവ് ഡിസംബർ 2025 തൊട്ട് റോബിനെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ഇവരുടെ ഒരു ചാറ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എനിക്ക് അത്ര അധികം സമയമൊന്നുമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ റോബിന്റെ തട്ടിപ്പ് നടത്തുന്നതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും. ബൈ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഓക്കെ, പിന്നെ വരുന്ന ചാർട്ടുകളാണ് ഇവിടെ ഇടുന്നത്. അവർ പറയുന്നത് ഈ അബിൻ ദേവിന്റെ നല്ല ക്യാഷ് വാങ്ങിച്ചത് എന്നുള്ളത് എത്ര ലക്ഷമാണെന്ന് ഇപ്പോഴും പിടുത്തമില്ല. പിന്നെ 45 എന്ന് പറയുന്നു, 25 എന്ന് പറയുന്നു, 75 ലക്ഷം എന്ന് പറയുന്നു, 1 കോടി എനിക്കറിയത്തില്ല. അത് ഈ പറയുന്ന റോബിനും പറയുന്നില്ല, എവരും പറയുന്നില്ല എത്രയാണ് കൊടുത്തത്. ഇവരെന്തുകൊണ്ട് അത് എത്രയാണ് കൊടുത്തത് എന്ന് പറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇനി ഇവർ ഇല്ലീഗലായിട്ടുള്ള വല്ല കള്ളപ്പണമാണോ അവർ കൊടുത്തത് എനിക്കും പറയുന്നത്. അപ്പം ഇവർ കൊടുത്തതിന്റെ ഡീറ്റെയിൽ ഇവരും ഇടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ കൊടുത്തത് ഇത്ര ലക്ഷമാണ് ഞാൻ കൊടുത്തത്, എനിക്ക് തരുന്നില്ല എന്നുള്ള ഡീറ്റെയിൽ ഈ പറയുന്ന ഈ കക്ഷികളും ഇടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പുള്ളിയും റോബിനും ഇതുപോലെ എനിക്ക് എത്ര കിട്ടി, ഞാൻ എത്ര കൊടുത്തു എന്നുള്ളതും ഇടുന്നില്ല. എന്താണ് സംഭവം എന്ന് പറയുന്നത്? ആരും അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. പല അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ട് കൊടുത്ത സംഭവം പറ, ഒരു പിടുത്തവും ഇല്ല. ഇതെവിടെ കൂടിയൊക്കെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടോ? ഈ അബിൻ ദേവ് എന്ന് പറയുന്ന ആള് എന്തോ ബിഗ് ബോസിലേക്ക് സീസൺ 8 ഉണ്ടെന്നോ എന്നൊക്കെ പറയും. ഈ ചാറ്റ് ഇതാണ്. അതായത് ഈ ചാറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഈ ഒരു 90,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് റോബിൻ ഈ അബിൻ ദേവിനോട് അയച്ച ചാറ്റാണ്. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി. ഇതുമാതിരി കേഞ്ഞ് അപേക്ഷിച്ച് തന്നേ പറ്റുള്ളൂ ബ്രോ, ഞാൻ ഓർഫണ എന്തോ ഒക്കെ. എന്റെ പൊന്നു ഡോക്ടർ, ഇത് എന്തൊക്കെയാണ് എനിക്ക്. നിങ്ങളത് കേട്ടോ, നോക്കണേ. ഞാൻ വായിക്കുന്നൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് വായിച്ചു. അതാ എന്തൊക്കെ എനിക്കിത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പുള്ളി എന്നെ ആരും പറയാതെ ഈ സാധനം, ഈ ഒരു വീഡിയോ, ആ ചാറ്റ് നിങ്ങൾ പാസ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പൈസ ചോദിക്കുന്ന പുള്ളിയുടെ ഇല്ലെന്ന് പറയുന്നു. പെട്ടെന്ന് ഈ പുള്ളി ഒരു വീഡിയോ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ആ വീഡിയോ ആണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. വളരെ നല്ല തങ്കപ്പെട്ട പാവം മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരൂ. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ് എന്ന് പറയാം. ഈ വീഡിയോ ആണ് എന്നെ നിർബന്ധിച്ചിട്ടു എന്ന് റോബിൻ മറ്റേ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു വീഡിയോ ഇട്ടതിനടുത്തിനും ചെക്ക് ദിസ് വീഡിയോ പിന്നീട് എന്ന് റോബിൻ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. കണ്ട, ഈ വീഡിയോ ഫുൾ കാണൂ, എമർജൻസി എന്ന് റോബിൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇതോ ഒരു സങ്കടം, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ ഇമോജീസ്. റോബിൻ, നീ എന്തൊക്കെയാണ് അയക്കുന്നത് എന്ന് പുള്ളി ചോദിക്കുക. നീ എന്തൊക്കെ വീഡിയോസ് ആണ് എനിക്ക് അയക്കുന്നതെന്ന്. എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ, വർക്ക് സാലറി കൊടുക്കണം, ഇതാണ് പ്ലീസ് കൈൻഡ് ബ്രോ, നോ വേ റിക്വസ്റ്റ്. എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ബ്രോ ഇങ്ങനെ വിളിച്ച് കേശിന് വേണ്ടി യു ആർ ദ ഹീറോ, ഹീ മാൻ.
എനിക്ക് പിടികിട്ടുന്നില്ല ഈ പുള്ളി എന്താ, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങോട്ട് നോക്കിയേ. ശരി, വലിയ ആളായി പോയി, ഞാൻ 10 PM റിട്ടേൺ ആവും ബ്രോ, പിന്നെ വീഡിയോ കോൾ വിളിക്കും, റോബിൻ 100% നോ എന്ന് പുള്ളി പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ ഒരു ഹോപ്പ് ബ്രോ ആയിരുന്നു. 100% റോബിൻ. ഈ അവര് മുമ്പേ പൈസ കൊടുത്തിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ കൊടുക്കാത്തതാണ്. പിന്നെ ഇതാ കരഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. ഞാൻ ഞാൻ അല്ലെങ്കിലും ഒരു ഓർഫൺ ആണല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് 2 ടൈംസ് റിമൈൻ നോട് പോലും പറഞ്ഞു ചെയ്തു തന്നു. 2 ടൈം ചെയ്തു തന്നു. ഞാൻ ആ ഫണ്ട് തിരിച്ചു കൊടുത്തു. ഇത് ഇന്ന് നൈറ്റ് 10-നുള്ളിൽ റിട്ടേൺ ചെയ്യാമെന്നൊക്കെ. പ്ലീസ് എങ്ങനെയെങ്കിലും എന്റെ ക്യാഷ് 100K 10. ഇതാണ് നിർബന്ധിച്ചുകൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനെ ഡോക്ടറെ വിശ്വസിക്കും? ഇതൊക്കെ കാണുമ്പോൾ എനിക്കറിയത്തില്ല ഇത് എന്ത് പറയണമെന്നുണ്ടെങ്കിൽ. ഓഡീഷൻ ബിഗ് ബോസിന്റെ ഓഡീഷൻ എങ്ങനെയാണെന്ന് ബ്രോ ഇതാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ഇമേജ്. ഒരു പ്ലീസ് കൈൻഡ് റിക്വസ്റ്റ് പ്ലീസ്. എന്തോന്നാണ് ഇത് എന്തോന്നാണ് സംഭവം? നെക്സ്റ്റ് ഓഡീഷൻ എപ്പോഴാ ബ്രോ? എനിക്ക് ഇതിനൊക്കെ നിങ്ങൾ തന്നെ ഇതിനെ ഒന്ന് അങ്ങോട്ട് കാണണം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ വലിച്ചു ഒട്ടിച്ച് ഇവിടെ നിരത്തിയിട്ടേനെ എന്നുള്ളതാണ്. മനസ്സിലായി? എന്ത് ഈ ഒരു ഗതിയിലേക്ക് പോയി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഇത് ആണെന്ന് പറയുന്നത് എനിക്ക് പിടുത്തമില്ല. ഞാൻ പറയുന്നത് റോബിന്റെ അടുത്ത് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഇത് എത്രയൊക്കെ ഇതിനകത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ടിട്ടത് നാറത്തേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതിലിപ്പം എനിക്ക് ഇത്രയും നിന്നില്ല എനിക്ക് മനസ്സിലായത് ക്യാഷ് വാങ്ങിച്ച് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എന്താണ് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നാറും. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ചെയ്യേണ്ടതാണ് ഇരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞൊരു സെറ്റിൽമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിപ്പം അത് ആ സിറ്റുവേഷനൊക്കെ കടന്നു പോയി ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ 2 വശത്തോട് പറയുന്നത്. ഒന്ന് ഈ പറയുന്ന 7 ലക്ഷം ടീമിനോട്, നിങ്ങളോട് എത്ര രൂപയാണ് വാങ്ങിച്ചത്, നിങ്ങൾ എത്ര രൂപ കൊടുത്തു, എത്ര രൂപ തിരിച്ചു, ഇനി എത്ര കിട്ടാനുണ്ട്, ഓക്കെ, അതിന്റെ പ്രൂഫ് നിങ്ങൾ വെക്കണം. അല്ല നിങ്ങൾ അവിടെ ഇത്ര തന്നു, ഇത്ര കൊടുത്തു, എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ റോബിന്റെ കേസ്, റോബിൻ അവരിൽ നിന്ന് എത്ര വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ എത്ര കൊടുത്തത്, വേറെ അക്കൗണ്ട് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ. ഇപ്പൊ അവരുടെ അക്കൗണ്ടിൽ തന്നെ അയച്ചു കഴിഞ്ഞാൽ പല അക്കൗണ്ടിന് അതിന്റെ ഡീറ്റെയിൽ. ഓക്കെ, ഞാൻ ഇത്ര രൂപ വാങ്ങിച്ചു, ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, എന്നെ ഈ രീതിയിലാണ് അവർ പറ്റിക്കുന്നത്. വ്യക്തത വേണം. ഒരു പുകമറ സൃഷ്ടിച്ചിട്ടല്ല പറയാനുള്ളത്. അത് 2 ടീമിനോട് എനിക്ക് പറയാനുള്ളത്. ലക്ഷ്മിയുടെ ടീമിനോട് ഈ പറയുന്ന റോബിനോട് പറയാനുള്ളത്, ഒരു പുകമറയല്ല ഇവിടെ വേണ്ടത്. ജനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ പ്രസ് മീറ്റ് നടത്തുന്നു, പിന്നെ റീൽസുകൾ ഇടുന്നു, സ്റ്റോറീസ് ഇടുന്നു, മറ്റതിടുന്നു, മറിച്ചതിടുന്നു, പല ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ 2 കൂട്ടരും ഇതുവരെക്കായിട്ടും എത്ര രൂപയാണ് കൊടുത്തതെന്നോ അല്ലെങ്കിൽ ഞാൻ എത്ര രൂപയാണ് വാങ്ങിച്ചതെന്നോ ഞാൻ തിരിച്ചെത്ര കൊടുത്തു എന്നോ ഒരു വ്യക്തതയില്ല. അവിടെ ഇത്ര കൊടുത്തു, നിങ്ങളുടെ പൈസ ഇനി വല്ല കള്ളപ്പണമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇവര് കൊടുത്തത് വല്ല കള്ളപ്പണം വല്ല ആണോ എനിക്കറിയത്തില്ല. 45 ലക്ഷമൊക്കെ രൂപയൊക്കെ അല്ലെങ്കിൽ 45-50 ലക്ഷം എന്തിനാണ് കൊടുത്തത്? എന്ത് കണ്ടിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ത് കണ്ടിട്ടാണ് ഈ പുള്ളികൾക്ക് ഒരാൾ വന്നിങ്ങനെ ചോദിക്കും, നിങ്ങൾ ക്യാഷ് എടുത്ത് കൊടുക്കും. അപ്പൊ അവിടെയും നമുക്കൊരു വിശ്വാസ്യത കുറവുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളും ഈ പറയുന്ന ഈ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ വ്യക്തത നിങ്ങൾ കാണിക്കണം, അതിന്റെ പ്രൂഫ് നിങ്ങൾ കാണില്ല. അവിടെ ഇരുന്നുകൊണ്ട് റോബിൻ മറ്റേതാണ് മറിച്ചതാണ്, റോബിൻ പറ്റിച്ചു, തേങ്ങയാണ് മാങ്ങയാണ് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നിങ്ങളും പ്രൂഫ് തരണം. അതുപോലെ തന്നെ റോബിൻ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത്, വേറെ ഏതോ അക്കൗണ്ട് ഇട്ട് ആ പ്രൂഫ് കാണിച്ചാൽ ഇവിടെ വെച്ച് തീരുന്നതേ ഉള്ളൂ. നെല്ലും പതിരൊക്കെ അപ്പൊ നമുക്ക് തിരിച്ചറിയാം, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരിക്കലും അവർ നിർബന്ധിച്ച് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.